എന്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ? ഞാൻ ലൊക്കേഷൻ നോക്കി വന്നാ. ലൊക്കേഷനാ? എനിക്ക് പറ്റിയൊരു ലൊക്കേഷൻ കണ്ടപ്പോളേ. എനിക്ക് പറ്റിയ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേത് വലിക്കാനാ? ഞാൻ എൻ്റെ ആളല്ല. അല്ല, അതിന് പറ്റിയ ലൊക്കേഷനാണ്. ചില ആൾക്കാർ ലൊക്കേഷൻ നോക്കി വന്നങ്ങാണ്ട് ഇവിടുന്ന് പൊരിക്കാൻ വലിച്ചിക്കാണ്ട് പിന്നെ ഒരു എയർ കൂടിയാ പോയല്. ഞാനേ ഒരു സിനിമക്ക് കഥ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന് പറ്റിയൊരു ലൊക്കേഷൻ കണ്ടപ്പോ. അല്ലെങ്കിൽ കാലം കുറച്ച് ആയല്ലോ സിനിമേന്റെ കഥയായിട്ട് നടക്കണേ. കുറച്ചായി, കുറെ കാലമായി എഴുതിയിട്ട്. എന്ത് കഥയാ? ഇതൊരു ഹൊറർ പടാ. ഹൊറർ ഉണ്ടാക്കണം? ഹൊറർ പ്രേത കഥ അല്ലേ? പ്രേതത്തിന്റെ കഥ. പിന്നെ അങ്ങനെ പറഞ്ഞാ പോലെ. ഇന്നോടൊക്കെ ഇംഗ്ലീഷ് അറിയുന്നു. നമ്മള് പറഞ്ഞു ശീലിച്ചു തരാ. അപ്പൊ ഞാനേ എന്താ കഥ? കഥ പ്രേത കഥ ആണ്. പ്രേത കഥ. അപ്പൊ എന്താ വെച്ചാൽ നമ്മളവിടെ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, ഔസപ്പച്ചേട്ടൻ. ഔസപ്പച്ചേട്ടൻ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. മൂപ്പര് അയാളത്ത് കുറച്ച് പൈസ ഉണ്ട്, അയാളെ കുപ്പിയിലാക്കാൻ പോവാ? അല്ല, അയാൾ പടം നിർമ്മിക്കുന്ന ആളല്ലേ. ഞാനൊന്ന് ഇത് എന്റെ കഥ ഒന്ന് പറഞ്ഞു കൊടുക്കും. അയാൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ നല്ല നടന്മാരെ നമ്മൾ ഡേറ്റ് കണ്ട്. അതിനെക്കാട്ടും മുന്നേ ഈ ലൊക്കേഷൻ കാണുക, അതിന് സംവിധായകനല്ലേ കാണുക? ഈ കാണല് നമ്മളെ മനസ്സിലുള്ള സംഭവങ്ങൾ ഫോട്ടോസ് കാണിച്ചു കൊടുക്കാം. ലൊക്കേഷൻ കുറച്ചുകൂടി സൗകര്യമാക്കി കൊടുക്കാം. അവർക്ക് പെട്ടെന്ന് വന്ന് കണ്ടാൽ. നമ്മളാണല്ലോ ഇത്, നമ്മളല്ല സൃഷ്ടിക്കുന്നത്. സൃഷ്ടിക്കുന്ന ഇയാണല്ലോ. അല്ല, ഈ കഥ വേറെ ആരും പറഞ്ഞു കൊടുത്തീന? അല്ല, ഞാൻ കൊറേ ആയിട്ട് കഥ പറയണേ. 5-6 ആളോടൊക്കെ ഞാൻ കഥ പറഞ്ഞു. പക്ഷെ അവരൊന്നും ഇപ്പം ഈ ഹൊറർ മൂഡിലല്ല. നമുക്ക് വേറൊരു പാറ്റേൺ നോക്കാം. വേറെ മൂഡിലാണോ? പിന്നെ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ചെയ്യാന്ന് അറിഞ്ഞിട്ടുണ്ടോ? ഞാനിതൊരു 4-5 കൊല്ലായിട്ട് എഴുതിയിട്ടുള്ള. 4-5 കൊല്ലമായപ്പോ ഒരു 10-15 ആൾക്കാരോട് കഥയും പറഞ്ഞു അല്ലേ? 10-15 ഉണ്ടാവും ആണല്ലേ? പറയണ കൂട്ടത്തിൽ ഇത് പറഞ്ഞു ഏകദേശം ഒരു 15 ആളോട് പറഞ്ഞു വരുമ്പോഴേക്കേ കഥ ഏകദേശം ഒരു പ്രൊഡ്യൂസർ റെഡിയാക്കി വരുമ്പോഴേക്ക് ഇതിന്റെ ഷൂട്ടിങ് വേറെ സ്ഥലത്ത് ആരെയും തുടങ്ങിയിട്ടുണ്ടാവും. അത് നോക്കിക്കോളൂ. സർവ്വസാധാരണ ഇപ്പൊ അടുത്ത് തന്നെ വേറൊരുത്തൻ കഥേന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കിക്കല്ലോ. മോഷണല്ലേ? മോഷണോ? എന്നിട്ട് മോഷ്ടിച്ചിട്ട് ഓരിങ്ങനെ വടിപൊത്തി നിൽക്കാത് മോശമല്ല. എൻ്റെ ഇതിന് സൃഷ്ടിച്ച കാണണ്ട എത്ര ഐറ്റങ്ങൾ എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ട് എത്ര കൊല്ലായിട്ട് ഇരുന്ന് എഴുതിയ ഒരു കഥ ഒരുത്തനെ വിശ്വസിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. ഓൻ കേൾക്കുക. കേട്ട് കഴിഞ്ഞിട്ട് ഓൻ പറയുമ്പോൾ ആലോചിക്കാന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഓനോട് തന്നെ പറയാം ആലോചിക്കാന്നാ. ഇത് ചെയ്യാന്നുള്ള ഓൻ തീരുമാനിച്ചു കഴിഞ്ഞ്. എന്നിട്ട് മറ്റോനോട് എന്താ പറയുന്നത്? ആലോചിക്കുക. അപ്പോൾ ഓനോട് പറയുന്ന വിധത്തിൽ ആലോചന വേറെയാ. എന്നിട്ട് അവനോട് ഓൻ പോയിക്കോളും. ഓൻ പോയി കഴിഞ്ഞിട്ട് ഇവൻ വേർച്ച് പ്രൊഡ്യൂസറൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു കഥ ഉണ്ട്, എനിക്ക് പെട്ടെന്ന് തലയിൽ വന്നാന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ്റെ തലയിൽ വന്ന മാതിരി ഇവൻ കഥ അയാളോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഒരു സിനിമ ഉണ്ടാക്കുക. ഈ കഥ ഉണ്ടോ? കഥാപാത്രക്കാർ പഴയ ഓടി പിച്ചള കിണ്ടി വിൽക്കാനുണ്ടോ എന്ന് പറഞ്ഞാൽ ഇതായിട്ട് നടക്കുക. ഓരവിടെ സിനിമയായിട്ട് കഥയും ഡെവലാക്കി ഷൂട്ടിങ് നടത്തുക. എഴുതിയാളെ അയാളെ കഥ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേന് മോഷ്ടിച്ചെന്ന് പറയണവനുണ്ടല്ലോ, അവൻ ചീത്ത വിളിക്കുക. അതെന്തിന്? ഓൻ ചീത്ത പറയേണ്ട കാര്യം എന്താണ്? അവന്റെ കഥയാണല്ലോ ഇപ്പം മോഷ്ടിച്ചത്. അതെന്തിങ്ങനെ ഓന്റെ കഥ മോഷ്ടിച്ച് ഇവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇവൻ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവൻ എന്തിന് ദേഷ്യം പിടിക്കണേ? അപ്പം തന്നെ മനസ്സിലായില്ല കട്ടറാന്ന്. അതാണ് ഇപ്പൊ ഇതിന്റെ അവസ്ഥ. പിന്നെ ധൈര്യത്തിൽ പറയാൻ പറ്റുന്ന ആളുകളോടെ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. പൊന്നു മോനെ, ഞാൻ വേറെ ഒന്നും ഉണ്ടായിട്ട് പറയല്ല. ഇതിനെന്തോ റേസർ ചെയ്യണ പരിപാടി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ട്, സംഭവം ഉണ്ട്. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലല്ലേ? അപ്പൊ ഒരു കഥാപാത്രത്തിന് വേറെ ലെവലിലേക്ക് സിറ്റുവേഷനൊക്കെ മാറ്റി കോലത്തിലാക്കി കാണുമ്പോ റേസറൊക്കെ വെറുതെയാണ്. നമ്മള് 4-5 കൊല്ലം മെനക്കെട്ടത് വളരെ നിമിഷം. അതാണ് പോനെ, ഞാൻ പണ്ടൊരു ചൊല്ലുണ്ട്, ഈയൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ നയിച്ചിങ്ങാണ്ട് ഈ കഥയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഈ ആൾക്കാർക്ക് കേൾപ്പിച്ച് കൊടുത്ത് ഈ അങ്ങോട്ട് പോണ വഴിക്ക് വേറെ ആളെ പ്രൊഡ്യൂസർ വെച്ച് ഇവർ സിനിമ എടുക്കും. അപ്പോൾ എൻ്റെ സ്ഥിതി എന്തായി? മണ്ണും ചാരി നിന്നോ പെണ്ണും കൊണ്ടുപോകും. ഇതാണ്ടാ നമ്മുടെ പോക്കറക്ക മൂപ്പര് വരുന്നുണ്ട്, പലതും പറയുന്നുണ്ട്, കണ്ടതും കേട്ടതും വിളമ്പുന്നുണ്ട്. ഇതാണ്ടാ നമ്മുടെ പോക്കറക്ക. പോക്കർക്കാൻ്റെ പൊല്ലാപ്പ് സീസൺ 3. ഈ പരിപാടിയില്ലേ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മെത്താഡ് സ്പൈസസ്. നല്ലത് കൊഞ്ചം പോതും.